Hi friends, welcome back to my channel. ഇന്ന് ഫ്രഞ്ച് ബീൻസ് വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 150 ഗ്രാം അളവിലാണ് ബീൻസ് എടുത്തത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ അളവിൽ. നമ്മളിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലപോലെ എരിവെല്ലാം പിടിക്കുകയുള്ളൂ. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ വേണ്ട, അല്പം കുറഞ്ഞ അളവിൽ മതിയാകും. എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഫ്രണ്ട്സ്, ഇതിനു മുന്നേ നീളൻ പയർ കൊണ്ടുള്ള മെഴുക്കുവരട്ടിയുടെയും അതുപോലെ തന്നെ തോരൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇത് കുറഞ്ഞതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം, അതല്ലെങ്കിൽ 1/4 മണിക്കൂറെങ്കിലും. എന്നാലേ അത് നല്ല എരിവെല്ലാം അതിൽ നല്ലപോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത്, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും നന്നായിരിക്കും. പാത്രം ചൂടായിട്ട് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും അതിനോടൊപ്പം 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്കിടാം. അതൊന്ന് പൊട്ടി വന്നിട്ട് എടുത്തു വെച്ച ബീൻസ് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇതുപോലെ ചൂടുകട്ടിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് വെന്ത് കിട്ടും. അതെല്ലാം നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ ഈ ബീൻസ് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇതേ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നി. അതാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് 1-2 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ചോറ്, മോര്, പിക്കിള് അതിനോടൊപ്പം ഈ മെഴുക്കുവരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.